നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് ഉത്തമ മറുപടി കൊടുത്തു ഇന്ത്യ. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ 9 പാക് ഭീകര കേന്ദ്രങ്ങളാണ് 3 സ്ഥലങ്ങളിലായി മിസൈൽ വർഷിച്ച് തകർത്തെറിഞ്ഞത്. ഇതിന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രിയും കേണൽ സോഫിയ ഖുറേഷിയും അതുപോലെ തന്നെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും സംയുക്തമായി വാർത്താ സമ്മേളനം നടത്തി സ്ഥിരീകരിക്കുന്ന വിവരം നൽകിയിരുന്നു. ഏതൊരു ഭാരതീയനും വലിയ രീതിയിൽ ആവേശം കൊള്ളുന്ന വാർത്ത. എന്നാൽ സകല വെടിനിർത്തൽ കരാറുകളും ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ തുടരെ അതിർത്തിയിൽ, അതായത് ലൈൻ ഓഫ് കൺട്രോളിൽ നടത്തുന്ന ഷെല്ലാക്രമണം വലിയ തോതിൽ ഇന്ത്യയെ വീണ്ടും ആക്രമണത്തിന് അവസരം കൊടുക്കുകയാണ്. പൂഞ്ച്, രജൌരി സെക്ടറുകളിലാണ് ഏറ്റവും വലിയ രീതിയിൽ പാകിസ്ഥാൻ ആക്രമണം അഴിച്ചുവിടുന്നത്. ഇന്ത്യയുടെ 15 വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ പാകിസ്ഥാനെതിരെ ബലൂച്ച് ലിബറേഷൻ ആർമി തന്നെ തിരിഞ്ഞിരിക്കുകയാണ്. പാക് സൈനികർ പോയ വാഹനം ബലൂച്ച് ലിബറേഷൻ ആർമി റിമോട്ട് കൺട്രോൾ ബോംബ് വെച്ച് ചിന്നിച്ചിതറിച്ച ആ ഒരു കാഴ്ച, അത് പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളെയും പാകിസ്ഥാന്റെ ആർമി ചീഫായിട്ടുള്ള അസിം മുനീറിനെയും നടുക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. രാജ്യം അതീവ ഗുരുതരാവസ്ഥയിലാണ്. ഏത് നിമിഷം വേണമെങ്കിലും ബലൂച്ച് ലിബറേഷൻ ആർമി പാക് സൈന്യത്തിനെ തച്ചുടയ്ക്കാൻ വലിയ രീതിയിൽ അവസരം കാത്തിരിക്കുകയാണ്. നമുക്കറിയാം, പാകിസ്ഥാനിൽ ട്രെയിൻ റാഞ്ചിയതുൾപ്പെടെ പാകിസ്ഥാന്റെ നയങ്ങൾക്കെതിരെ നീങ്ങുന്ന ബലൂച്ച് ലിബറേഷൻ ആർമി പാക് ആർമിക്ക് വലിയ നാശനഷ്ടമുണ്ടാക്കും. അതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ അതിശക്തമായ ആക്രമണം കൂടിയാകുമ്പോൾ ചിന്നിച്ചിതറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിയന്ത്രണ രേഖയിലെ ഷെല്ലാക്രമണവും അതോടൊപ്പം തന്നെ കുപ്വാര, ബാരാമുള്ള, ഉറി എന്നിവിടങ്ങളിൽ നടക്കുന്ന വെടിവെപ്പ് നിർത്തൽ ലംഘനവും കൃത്യമായി അത് നടക്കുമ്പോൾ ലാൻസ് നായിക് ദിനേശ് കുമാർ പൂഞ്ചിൽ വീരമൃത്യു വരിച്ചു എന്നുള്ള ഏറ്റവും വേദനാജനകമായ വാർത്ത കൂടി പുറത്തു വരുന്നു. ഇതിന് മറുപടി കൊടുത്തിരിക്കും. അസിം മുനീറിന് ഇതിന് വലിയ മറുപടിയായിരിക്കും കൊടുക്കുന്നത്. ഇതൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമായിരുന്നു റഫാലിൽ മിസൈൽ വഹിച്ചുകൊണ്ട് ഭീകര കേന്ദ്രങ്ങൾ തകർത്തത്. അവിടെ സാധാരണക്കാർക്കൊന്നും സംഭവിച്ചില്ല, ഒരിറ്റ് ചോര പോലും ചിതറിയിരുന്നില്ല. എന്നാൽ ഇന്ത്യയിലെ സാധാരണക്കാരായ ഗ്രാമീണരെ ഇന്ത്യൻ അതിർത്തിയിൽ വെച്ച് പാകിസ്ഥാന്റെ ആർമി ഭീകരരുടെ ഒപ്പം കൂടി അഴിഞ്ഞാടുന്ന കാഴ്ചയ്ക്ക് മറുപടി കൊടുത്തേ മതിയാകൂ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ കൂടി നീക്കം വരുമ്പോൾ പാകിസ്ഥാൻ ആർമി ശ്വാസം മുട്ടുകയാണ്.